എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം കെ.സി. വേണുഗോപാലിനെ തന്നെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിക്കുന്നത്? ഇതിന് ഒരു കാര്യം കെ.സി. വേണുഗോപാലിന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പിടിപാടായിരിക്കാം. കാരണം രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത ആളാണ് കെ.സി. വേണുഗോപാൽ. അതുപോലെ തന്നെ അദ്ദേഹം കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടിയാണ്. എന്നാൽ വേണുഗോപാലിനെ മാറ്റി പ്രിയങ്ക ഗാന്ധിയെ ഈ പദവിയിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുമുണ്ട്. കാരണം ആത്യന്തികമായി രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധിക്ക് മാത്രമേ കോൺഗ്രസിനെ നയിക്കാൻ കഴിയൂ എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അതോടൊപ്പം തന്നെ കെ.സി. വേണുഗോപാലിനെ മാറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ കെ.സി. വേണുഗോപാൽ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ മുകുൾ വാസ്നിക്കിനെയോ അജയ് മാക്കനെയോ അതോ സച്ചിൻ പൈലറ്റിനെയോ ഒക്കെ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകിയിട്ട് കെ.സി. വേണുഗോപാലിനെ കേരളത്തിലേക്ക് അയക്കണം എന്ന് പറയുന്ന ആളുകളുമുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഉദിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് അവർ പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ വേണ്ടി വ്യാപകമായ ചർച്ചകൾ നടത്തേണ്ടി വരുന്നു. അതിലൊരു കൺക്ലൂഷൻ ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നില്ല. നിരവധി ദിവസങ്ങളായിട്ട് ഈ ഒരു പ്രതിസന്ധി തുടരുകയാണ്. ഇതോടൊപ്പം തന്നെ ഇതൊക്കെ തന്നെ ഒരു സംഘടനാപരമായ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ടല്ല നടക്കുന്നത്. പലപ്പോഴും പ്രതിഷേധങ്ങൾ പുറത്ത് വ്യാപകമാവുന്നു, അല്ലെങ്കിൽ ഫ്ലക്സ് ബോർഡുകൾ വെക്കുന്നു, എതിരാളികളുടെ ബോർഡുകളൊക്കെ പറിച്ചു കീറുന്നു. അങ്ങനെ ഒരു തെരുവിൽ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങളൊക്കെ എത്തി നിൽക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് എന്ത് നിലപാടെടുക്കണം എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരളം അവരുടെ ഒരു ശക്തമായ താവളമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് പല സംസ്ഥാനങ്ങളിലും തങ്ങളുടെ പിടിപാട് ഇല്ലാതായ സമയത്ത് കേരളം അവരെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചയാണ് അവർക്ക് കാണാൻ കഴിയുന്നത്. തമിഴ്നാട്ടിൽ ഇപ്പോൾ DMK സഖ്യം പരാജയപ്പെട്ടു. പക്ഷേ കോൺഗ്രസ് TVKയുടെ കൂടെ പോയിരിക്കുകയാണ്. എന്നാൽ അവരുടെ സ്ഥിരം സഖ്യകക്ഷിയായ DMK തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നു. അതേപോലെ തന്നെ ബംഗാളിൽ ദയനീയമായ പരാജയമാണ് കോൺഗ്രസ് ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ തന്നെയായിരുന്നു, അവർക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല. ആസാമിലും കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയുന്നില്ല. പോണ്ടിച്ചേരിയിലും അവർക്ക് ജയിക്കാൻ കഴിയില്ല. അവർക്ക് ആകെ പ്രതീക്ഷ ഉണ്ടായിരുന്നതും അവർ ജയിച്ചതും കേരളത്തിൽ നിന്നാണ്. ഇവിടെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഉദിക്കുന്നത്. അങ്ങനെ ഉള്ള കേരളത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. കാരണം ഒരു ഭാഗത്ത് ദേശീയ മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി, ആ ഇന്ത്യ മുന്നണി അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലെ പ്രതിപക്ഷ കക്ഷികൾ, ഇവരെല്ലാവരും തന്നെ പതുക്കെ കോൺഗ്രസിനെ കൈയൊഴിയുന്നതാണ് കണ്ടത്. ഈ സമയത്ത് കോൺഗ്രസിൻ്റെ കൂടെ നിന്നത് കേരളമാണ്, അല്ലെങ്കിൽ കേരളത്തെ അവരുടെ ഏറ്റവും വലിയ ഘടകകക്ഷിയായ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് ആണെങ്കിൽ കെ.സി. വേണുഗോപാലിനെ വേണ്ട എന്നുള്ള അഭിപ്രായം അവർ ശക്തമാക്കിയിരിക്കുകയാണ്. അവർക്ക് വേണ്ടത് V.D. സതീശനെയാണ്. അത് കോൺഗ്രസ് നേതൃത്വത്തോട് അവർ പരസ്യമായും രഹസ്യമായും പറഞ്ഞു കഴിഞ്ഞു. പരസ്യമായിട്ട് പാണക്കാട് മുഹമ്മദ് അലി, സാദിഖ് അലി ശിഹാബ് തങ്ങൾ തൻ്റെ അഭിപ്രായ പ്രകടനം ഏതാണ്ട് പരസ്യമായിട്ട് അദ്ദേഹം നടത്തി. ജനപിന്തുണയുള്ള ആളുകളെ ആക്കണം എന്ന് പറഞ്ഞാൽ അത് V.D. സതീശനെ ആക്കണം എന്ന് തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ്. കാരണം V.D. സതീശൻ മുസ്ലിം മതമൗലികവാദികളെയൊക്കെ സഹായിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെ പ്രീണിപ്പിക്കുന്ന രീതിയിലാണ് ഇടപാടുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം ഇതാണ് കെ.സി. വേണുഗോപാലിന് കേരളത്തിൽ വിനയായിരിക്കുന്നത്. കെ.സി. വേണുഗോപാൽ വരുന്നതിനെ എതിർക്കുന്നത് മുസ്ലിം ലീഗാണ്. ഇപ്പോൾ നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്ന പ്രചരണങ്ങളൊക്കെ തന്നെ മുസ്ലിം ലീഗുകാരോ അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരായി ബന്ധപ്പെട്ട ആളുകളാണ് കൂടുതലും സജീവമായി നിൽക്കുന്നതെന്ന് കാണാം. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു സന്ദർഭത്തിൽ ലീഗിൻ്റെ വാക്കുകൾക്ക് കോൺഗ്രസ് നേതൃത്വം വേണ്ടത്ര ചെവി കൊള്ളാത്തത് എന്നുള്ളതാണ് വിഷയം. ഇവിടെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. കേരളത്തിൽ BJP കരുത്താർജിക്കാൻ വേണ്ടി എല്ലാവിധ ശ്രമങ്ങളും നടത്തുകയാണ്. ഇത്തവണ BJP കേരളത്തിൽ 3 സീറ്റിൽ വിജയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം ന്യൂനപക്ഷങ്ങളുടെ ഒരു കേന്ദ്രീകരണം, അത് വടക്കൻ കേരളത്തിൽ മുസ്ലിം ന്യൂനപക്ഷവും തെക്കൻ കേരളത്തിൽ ക്രിസ്ത്യൻ വിഭാഗവുമാണ് UDFൻ്റെ വിജയത്തിന് കാര്യമായ പിന്തുണച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഇവിടെ മുസ്ലിം ലീഗ് ഇങ്ങനെ ശക്തമായ ആവശ്യം ഉന്നയിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾ ആര് മനസ്സിലാക്കിയാണ്? കോൺഗ്രസിൻ്റെ നേതൃത്വം മനസ്സിലാക്കുകയാണ്. അതായത് എന്തെങ്കിലും കാരണവശാൽ V.D. സതീശനെ നേതാവാക്കി, കെ.സി. വേണുഗോപാലിനെ ഒഴിവാക്കിക്കൊണ്ട് V.D. സതീശനെ നേതാവാക്കിയാൽ അത് മുസ്ലിം ലീഗിൻ്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങലാവും, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് കീഴടങ്ങലാവും എന്ന് ആരാണ് ആരോപണം ഉന്നയിക്കുന്നത്? BJP അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമെന്ന് കോൺഗ്രസിന് നന്നായിട്ട് അറിയാം. അപ്പം മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് 63 MLA മാരിൽ 42 പേരും പിന്തുണച്ച കെ.സി. വേണുഗോപാലിനെ ഒഴിവാക്കിയത്.
AICC അധ്യക്ഷന് താല്പര്യം, AICയിലെ നേതാക്കന്മാർക്ക് താല്പര്യം, എല്ലാവർക്കും താല്പര്യം. പക്ഷേ മുസ്ലിം ലീഗിന് താല്പര്യമില്ല. അപ്പോൾ മുസ്ലിം ലീഗിന് താല്പര്യമില്ലാത്ത ഒരാൾക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അധപ്പതിച്ചിരിക്കുന്നു എന്ന വിമർശനം BJP ഉയർന്ന സമയത്ത് കോൺഗ്രസ്സിന് ഒന്നും ചെയ്യാൻ കഴിയില്ല, നിസ്സഹായരായിട്ട് നോക്കി നിൽക്കാനേ കഴിയൂ. കാരണം BJP ഓരോ ഇലക്ഷൻ കഴിയുന്തോറും അവരുടെ സ്വാധീനം കേരളത്തിൽ വർദ്ധിപ്പിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ന്യൂനപക്ഷങ്ങളാണ് കോൺഗ്രസിൻ്റെ ശക്തിയെങ്കിൽ പോലും ഭൂരിപക്ഷ വിഭാഗവും കോൺഗ്രസിൻ്റെ കൂടെയുണ്ട്. ആ ഭൂരിപക്ഷ വിഭാഗത്തിലെ ആളുകളെ മുഴുവൻ അടർത്തിയെടുക്കാൻ ഈ ഒരു ക്യാമ്പയിനിലൂടെ BJPക്ക് കഴിയുമെന്ന് കോൺഗ്രസ് നേതൃത്വം ഭയപ്പെടുകയാണ്. അതുകൊണ്ടാണ് KC വേണുഗോപാലിനെ തന്നെ മുഖ്യമന്ത്രിയാക്കാൻ അവർ തീരുമാനിക്കുന്നത്. കാരണം അതല്ലെങ്കിൽ BJP അതിശക്തമായ പ്രചരണം അഴിച്ചുവിടും. ഇത്തവണ തന്നെ തെരഞ്ഞെടുപ്പിന് തുടക്കത്തിൽ തന്നെ അത് ആദ്യം CPMൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണമായിരിക്കും എന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ അത് ലീഗിൻ്റെ ഭരണമായിരിക്കും. UDF വരികയാണെങ്കിൽ താക്കോൽ ലീഗിൻ്റെ കയ്യിലായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു. പല ലീഗ് നേതാക്കന്മാരും അതിനോട് അനുഗുണമായ രീതിയിലാണ് പ്രതികരിച്ചത്. ഞങ്ങൾക്ക് 5 മന്ത്രിയല്ല 6 മന്ത്രിയിൽ 8 മന്ത്രി വരെ ആകാനുള്ള അർഹത ഞങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രിക്കുള്ള അർഹതയുണ്ട് എന്നൊക്കെ ലീഗിൻ്റെ പ്രമുഖരായ നേതാക്കൾ, പാണക്കാട്ടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ പറഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ പൊതുജനങ്ങൾക്കിടയിൽ, അതായത് മുസ്ലിം ലീഗുകാരല്ലാത്ത ആളുകൾക്കിടയിൽ, UDFന് വോട്ട് ചെയ്യുന്നതും ചെയ്യാത്തതുമായ ആളുകൾക്കിടയിലൊക്കെ തന്നെ മുസ്ലിം ലീഗിൻ്റെ അമിതമായ സ്വാധീനം ഉണ്ടാകുന്നു എന്നുള്ളൊരു ഭയം, ഒരു ആശങ്ക നിലവിലുണ്ട്. പക്ഷേ അവർ UDFന് വോട്ട് ചെയ്തിരിക്കാം. അത് ഒരിക്കലും പിണറായി വിജയൻ ഇനി അധികാരത്തിൽ വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ UDFന് വോട്ട് ചെയ്തത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുള്ള നേതാക്കന്മാരുടെ പ്രചരണങ്ങൾ, പ്രസംഗങ്ങൾ, വ്യാഖ്യാനങ്ങൾ ഇതൊക്കെ തന്നെ അവരിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. കാരണം KM ഷാജിയെ പോലെ മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവ്, അദ്ദേഹം MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം വയനാട്ടുകാരനാണ്. അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ നിന്ന് മത്സരിച്ച് തോറ്റു. അദ്ദേഹത്തെ ജയിക്കുന്ന ഏറ്റവും ഉറച്ച സീറ്റിലേക്ക് മലപ്പുറത്തേക്ക് കൊണ്ടുവന്ന് വിജയിപ്പിച്ചതാണ് മുസ്ലിം ലീഗ്. അപ്പം അത്രയും പ്രാധാന്യം കൊടുക്കുന്ന KM ഷാജി അദ്ദേഹം പറഞ്ഞത് മതമാണ് പ്രശ്നം, ഞങ്ങൾക്ക് മുസ്ലിങ്ങളുടെ താല്പര്യങ്ങൾ, മതപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഭരിക്കുന്നത് എന്നൊക്കെ പരസ്യമായിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ KC വേണുഗോപാലിനെ മാറ്റി മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി VD സതീശനെ ആക്കുകയാണെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയമായ പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ടാണ് അവർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് KC വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയാക്കുന്നു. ലീഗിനെ ഒരു വേള തങ്ങൾ തള്ളിക്കളയൂ എന്നൊരു ചിന്ത അവർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അവർക്കറിയാം ഇപ്പോൾ ലീഗിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ലീഗിനെ ഇടതുപക്ഷത്തിലേക്ക് പോകാൻ പറ്റില്ല. കാരണം കേരളത്തിൽ അതിശക്തമായ പിണറായി വിരുദ്ധ വികാരം അലയടിച്ചു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് ഒരു ഭീതി വളരെ കാലമായിട്ടുണ്ട്. മുസ്ലിം വിഭാഗം തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുകയാണ്, അധികാര സ്ഥാനങ്ങളൊക്കെ തന്നെ അവർ എടുക്കുകയാണ് എന്നുള്ളൊരു വിചാരം അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ ഇത്തവണ UDFന് കൂടെ നിന്നത്. കാരണം UDF അധികാരത്തിൽ വരുന്ന സമയത്ത് മുസ്ലിം ലീഗും UDFും തമ്മിൽ ഇനി ക്രിസ്ത്യൻ സംഘടനകളൊന്നും പിന്തുണച്ചില്ലെങ്കിൽ പോലും ഒരുപക്ഷേ UDF അധികാരത്തിൽ വന്ന് നേരിയ ഭൂരിപക്ഷത്തിലൊക്കെ അധികാരത്തിൽ വന്നാൽ അത് അധികാരത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ലീഗ് അടിച്ചെടുക്കും, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗം അടിച്ചെടുക്കും, ക്രിസ്ത്യാനികൾ ഒറ്റപ്പെടും എന്നുള്ളൊരു ഭീതി അവരെ അലട്ടിയത് കൊണ്ടാണ് അവരും ശക്തമായിട്ട് ആരുടെ കൂടെ നിന്നത്, UDFൻ്റെ കൂടെ നിന്നത്. ഇപ്പോൾ ഇനി മുസ്ലിം ലീഗ് വലിയ സമ്മർദ്ദം കാണിക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻ പിന്തുണയോടുകൂടി തന്നെ കോൺഗ്രസിന് ഭരിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് അത്തരം ഒരു എക്സ്ട്രീം സ്റ്റെപ്പിലേക്ക് ലീഗ് പോവില്ല എന്നറിയാൽ എങ്കിൽ പോലും ലീഗിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വശംവദരാവേണ്ട എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. അവർക്കറിയാം കേരളത്തിൽ 102 അംഗങ്ങളുണ്ട്. അവരുടെ കൂടെ 63 പേരാണ് കോൺഗ്രസിനുള്ളത്, 22 പേര് മാത്രമേ ലീഗിനുള്ളൂ. കേരള കോൺഗ്രസിന് 8 പേരുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഒരു, ജേക്കബ് വിഭാഗത്തിന് ഒരാളും. അങ്ങനെ 8 പേരായി. 8 പേരാണ് കേരള കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചത്. അതിൽ 7 പേർ ജയിച്ചു. അതേപോലെ ജേക്കബ് ടിക്കറ്റിൽ ഒരാൾ ജയിച്ചു. അങ്ങനെ 7-8 പേർ. ഈ 63ൻ്റെ കൂടെ 8 പേരാകുകയും CP ജോൺ എന്ത് തന്നെയായാലും UDFൻ്റെ കൂടെയാണ് അദ്ദേഹം നിൽക്കുക. അതേപോലെ തന്നെ 3 സ്വതന്ത്രന്മാരുണ്ട്. അതേപോലെ മാണി C കാപ്പനുണ്ട്. ഇവരൊക്കെ തന്നെ ശക്തമായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കൂടെ നിൽക്കും. അപ്പം ലീഗ് അഥവാ എന്തെങ്കിലും തരത്തിലുള്ള ഇടച്ചിലുകൾ നടത്തിയാൽ തന്നെ ഭരണത്തെ അത് ബാധിക്കില്ല എന്ന് അറിയാം. ഒരുപക്ഷെ ലീഗിനെ അവർ പിണക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകില്ല. കാരണം ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസിനെ കൈയൊഴിഞ്ഞ സമയത്ത് DMK കൈയൊഴിഞ്ഞു, സമാജ്വാദി പാർട്ടി കൈയൊഴിഞ്ഞു, ആം ആദ്മി പാർട്ടി കൈയൊഴിഞ്ഞു,
RJD കൈയൊഴിഞ്ഞു, മമത കൈയൊഴിഞ്ഞു. ആ സമയത്തും ചെറിയ പാർട്ടിയാണെങ്കിലും ലീഗ് വളരെ ശക്തമായിട്ട് കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് ലീഗിനെ അവർ കൈയൊഴിയില്ല. എന്നാൽ പോലും ലീഗ് ഇങ്ങനെ അമിതാധികാര പ്രവണത നടത്തുന്ന സമയത്തിൽ അങ്ങനെ അങ്ങേയറ്റം അതിസമ്മർദ്ദം നടത്തുന്ന സമയത്ത് ആ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാൽ അത് BJPക്ക് കളമൊരുക്കലാവും എന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനറിയാം. അതുകൊണ്ട് അവർ തീരുമാനിക്കാൻ പോകുന്നത് ലീഗിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ട എന്ന് തന്നെയാണ്. കാരണം ലീഗ് വളരെ വ്യാപകമായ പ്രചരണം നടത്തിവിടാം. പക്ഷേ കോൺഗ്രസിന് ഉറപ്പുണ്ട് ആലപ്പുഴ ജില്ലയിൽ നിന്ന് തന്നെ KC വേണുഗോപാലിനെ അവർക്ക് ഉപതെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാൻ കഴിയും. കാരണം ഈ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരണം നടത്തുന്ന ആളുകൾക്കൊന്നും വോട്ടിനെ മറിക്കാൻ പറ്റില്ല. ആ വോട്ട് UDFന് അനുകൂലമായി തന്നെ വരും എന്ന് കോൺഗ്രസിന് അറിയാം. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലൊന്നും ലീഗിന് അങ്ങനെ കാര്യമായിട്ട് സ്വാധീനിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളില്ല. അവരൊക്കെ തന്നെ UDFൻ്റെ കൂടെയാണ് നിൽക്കുക. ഈവൻ കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിൻ്റെ സുരക്ഷിത സീറ്റായ ഇരിക്കൂർ, അവിടെ 4 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം അവർക്കുണ്ട്. അവിടെയും ലീഗിന് അല്പമൊക്കെ സ്വാധീനമുണ്ടെങ്കിൽ പോലും അവിടെയും ലീഗിന് പരസ്യമായിട്ട് അല്ലെങ്കിൽ രഹസ്യമായിട്ടും KC വേണുഗോപാലിനെ കാലുവാരാൻ കഴിയില്ല. എന്നാൽ പോലും കണ്ണൂർ ജില്ലയിൽ നിൽക്കാതെ ആലപ്പുഴ ജില്ലയിൽ തന്നെ, കാരണം ആലപ്പുഴ ജില്ലയിൽ KC വേണുഗോപാൽ മത്സരിക്കുന്ന സമയത്ത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരും. അതുകൊണ്ട് തന്നെ ആ നിയമസഭാ മണ്ഡലത്തിൽ, ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലത്തിൽ തന്നെ ആലപ്പുഴ MLA കൊണ്ടൊക്കെ രാജിവെപ്പിച്ചിട്ടായിരിക്കും KC വേണുഗോപാൽ മത്സരിക്കുക എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇടക്കാലത്ത് അവർ ചെയ്യാൻ പോകുന്നൊരു ധീരമായ തീരുമാനമാണ്. കാരണം ലീഗിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് തങ്ങൾ വഴങ്ങില്ല എന്നുള്ളത് ഒരു പരസ്യമായിട്ടുള്ളൊരു സിഗ്നൽ കൊടുക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് മുൻ KPCC പ്രസിഡന്റ് MM ഹസനൊക്കെ പറഞ്ഞത്. ലീഗിൻ്റെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ഘടകകക്ഷികളല്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മാത്യു കുഴൽനാടൻ പറഞ്ഞു ലീഗ് അനർഹമായിട്ട് കോൺഗ്രസിൻ്റെ നേതാവിനെ തീരുമാനിക്കുന്നതിൽ ഇടപെടുകയാണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ലിജു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന ലിജു MLA, കായംകുളത്ത് MLA, അദ്ദേഹവും അതിശക്തമായ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ആരും പരസ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ഏർപ്പെടരുത് എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു താല്പര്യപ്രകാരമാണെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ലീഗിനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള തീരുമാനമായിരിക്കാം കോൺഗ്രസ് കൈക്കൊള്ളുക. ഒരുപക്ഷെ പൂർണ്ണമായിട്ടും അവർ ലീഗിനെ ഒഴിവാക്കില്ല. ലീഗിന് പരമാവധി സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമായിരിക്കും. ചിലപ്പോൾ കർണാടകത്തിൽ നിന്ന് ഒരു MLC പദവി ലീഗിന് കൊടുക്കുമായിരിക്കും. മന്ത്രിസഭയിൽ അർഹമായ പങ്കാളിത്തം കൊടുക്കുമായിരിക്കും. ഒരുപക്ഷെ വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തില്ലെങ്കിലും അത് ലീഗ് പറയുന്ന ആളുകൾക്ക്, ചിലപ്പം ലീഗിന് കൊടുത്തില്ലെങ്കിലും ലീഗ് പറയുന്ന ആളുകൾക്ക് കൊടുക്കുകയും ലീഗിൻ്റെ കാര്യങ്ങളൊക്കെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു പാച്ചപ്പായിരിക്കും നടത്താൻ പോവുക. പക്ഷേ ലീഗിൻ്റെ സമ്മർദ്ദത്തിന് തങ്ങൾ വഴങ്ങിയില്ല എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കും എന്നുറപ്പാണ്. അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അടിത്തറ ഇളക്കാനുള്ളൊരു പ്രവർത്തനമാണ് BJP നടത്താൻ പോകുന്നതെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തൽക്കാലം ലീഗിന് വഴങ്ങിയില്ല എന്നുള്ളൊരു പ്രതീതി ഉളവാക്കാനായിരിക്കും കോൺഗ്രസിൻ്റെ നേതൃത്വം ശ്രമിക്കുക.